ഈ സെഷനിൽ നമ്മൾ 12 വാട്ട് DC അല്ലെങ്കിൽ 230 വാട്ട് AC സാധാരണ ഇൻവെർട്ടർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പഠിക്കും. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു സോളാറിൻ്റെയും സാധാരണ ഇൻവെർട്ടറിൻ്റെയും പ്രാഥമിക പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും ഒരു സാധാരണ ഇൻവെർട്ടറിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കാനും സോളാർ PV സിസ്റ്റം ഉണ്ടാക്കുന്നതിനുള്ള ക്രമം മനസ്സിലാക്കാനും ഘട്ടം ഘട്ടമായി അറിയാനും കഴിയും. ഒരു സോളാർ PV സിസ്റ്റത്തിനായുള്ള ഷട്ട് ഡൗൺ പ്രക്രിയയാണിത്. ഒരു സോളാർ ഇൻവെർട്ടർ അല്ലെങ്കിൽ PV ഇൻവെർട്ടർ ഒരു ഫോട്ടോ വോൾട്ടൈക് PV സോളാർ പാനലിന്റെ വേരിയബിൾ ഡയറക്റ്റ് കറന്റ് അഥവാ DC ഔട്ട്പുട്ടിനെ ഒരു യൂട്ടിലിറ്റി ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറണ്ടാക്കി അഥവാ AC ആക്കി പരിവർത്തനം ചെയ്യുന്നു. അത് ഒരു വാണിജ്യ ഇലക്ട്രിക്കൽ ഗ്രിഡിലേക്ക് നൽകാനോ ലോക്കൽ ഓഫായി ഉപയോഗിക്കാനോ കഴിയും. ഗ്രിഡ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് സാധാരണ വാണിജ്യ ഉപകരണങ്ങളുടെ ഉപയോഗം അനുവദിക്കുന്ന ഒരു ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റത്തിലെ ഒരു നിർണായക ഘടകമാണിത്. പരമാവധി പവർ പോയിന്റ് ട്രാക്കിംഗും ആന്റി ഐലൻഡിംഗ് പരിരക്ഷയും ഉൾപ്പെടെ ഫോട്ടോ വോൾട്ടൈക് അറേകൾക്കൊപ്പം ഉപയോഗിക്കുന്നതിന് അനുയോജ്യമായ പ്രത്യേക പ്രവർത്തനങ്ങൾ സോളാർ ഇൻവെർട്ടറുകൾക്ക് ഉണ്ട്. മുൻ പാനലിൽ പവർ ഓൺ അല്ലെങ്കിൽ ഓഫ് സ്വിച്ച്, AC മെയിനുകൾക്കുള്ള LED സൂചകങ്ങൾ, സോളാർ ഓൺ, ബാറ്ററിയിൽ സാധാരണ ലോഡ്, ഓവർലോഡ്, ലോ ബാറ്ററി തുടങ്ങിയവയുണ്ട്. പിൻ പാനലിൽ AC അഡാപ്റ്റർ ജാക്ക്, സോളാർ DC ഇൻപുട്ട് ടെർമിനലുകൾ, ബാറ്ററി ഇൻപുട്ട് ടെർമിനലുകൾക്ക് AC ഔട്ട് സോക്കറ്റ്, ഓവർലോഡ്, MCB ഫ്യൂസ്, എക്സോസ്റ്റ് ഫാൻ തുടങ്ങിയവയും ഉണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടറുകളെ കുറിച്ച് പൊതുവായി പഠിക്കാം. ഡയറക്റ്റ് കറണ്ട് അഥവാ DC രൂപത്തിൽ വൈദ്യുത പ്രവാഹം സ്വീകരിക്കുന്ന ഒരു വൈദ്യുത ഉപകരണമാണ് ഇൻവെർട്ടർ. അതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് അഥവാ ACയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. സോളാർ എനർജി സിസ്റ്റങ്ങൾക്ക് സോളാർ അറേയിൽ നിന്നുള്ള DC കറണ്ട് ഒരു ഇൻവെർട്ടർ വഴി നൽകപ്പെടുന്നു. അത് AC ആയി മാറ്റുന്നു. മിക്ക ഇലക്ട്രിക് ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രിഡുമായുള്ള ഇന്റർഫേസും പ്രവർത്തിപ്പിക്കുന്നതിന് ഈ പരിവർത്തനം ആവശ്യമാണ്. മിക്കവാറും എല്ലാ സൗരോർജ്ജ സംവിധാനങ്ങൾക്കും ഇൻവെർട്ടറുകൾ പ്രധാനമാണ്. സോളാർ പാനലുകൾക്ക് ശേഷമുള്ള ഏറ്റവും ചെലവേറിയ ഘടകമാണിത്. സോളാർ PV ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കി വിവിധ തരം ഇൻവെർട്ടറുകൾ ഉപയോഗത്തിലുണ്ട്. പലപ്പോഴും ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിന്റെ തരം സോളാർ PV ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ പേരിടാൻ സഹായിക്കുന്നു. അതനുസരിച്ച് ഞങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ, SPV സിസ്റ്റം, ഹൈബ്രിഡ് സിസ്റ്റം, ഗ്രിഡ് ടെഡ് SPV സിസ്റ്റം, ഗ്രിഡ് ഇന്ററാക്റ്റീവ് SPV സിസ്റ്റം എന്നിവ ഉപയോഗത്തിലുണ്ട്. സാധാരണയായി സോളാർ ഇൻവെർട്ടർ അതായത് സോളാർ PV സിസ്റ്റം ഓൺ ചെയ്യുന്നതിന് ഒരു ക്രമമുണ്ട്. ആദ്യം DC ഐസൊലേറ്റർ ഓണാക്കുക, തുടർന്ന് AC ഐസൊലേറ്റർ, തുടർന്ന് സോളാർ സപ്ലൈ മെയിൻ സ്വിച്ച്. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ആദ്യം സോളാർ സപ്ലൈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, തുടർന്ന് സോളാർ AC ഐസൊലേറ്റർ വിച്ഛേദിക്കുക. പിന്നീട് PV അറേയും DC ഐസൊലേറ്ററും ഡിസ്കണക്ട് ചെയ്യുക, തുടർന്ന് ഇൻവെർട്ടർ ഐസൊലേറ്റും ഡിസ്കണക്ട് ചെയ്യുക. സോളാർ PV സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ഓഫ് ചെയ്യണം. എല്ലാ ലൈറ്റുകളും സ്ക്രീൻ ഡിസ്പ്ലേകളും ഇല്ലാതാകും. നിങ്ങൾ പുനരാരംഭിക്കുന്നതിന് കുറഞ്ഞത് 5 മിനിറ്റ് മുമ്പ് സിസ്റ്റം ഓഫ് ചെയ്യുക. ഷട്ട് ഡൗൺ സിസ്റ്റം. പ്രധാന DC ബാറ്ററി ഐസൊലേറ്റർ ഓഫ് ചെയ്യുക. സ്വിച്ച് ബോർഡിലോ ഇൻവെർട്ടറിന് അടുത്തോ സ്ഥിതി ചെയ്യുന്ന സോളാർ അറേ AC മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് 2 AC സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ രണ്ടും ഷട്ട് ഡൗൺ ചെയ്യണം. ഇൻവെർട്ടറിന് അടുത്തുള്ള സോളാർ അറേ DC മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. പ്രധാന സ്വിച്ച് ബോർഡിലെ ഷട്ട് ഡൗൺ നടപടിക്രമവും ദയവായി പരിശോധിക്കുക. ഇൻവെർട്ടറിന് അടുത്തുള്ള സോളാർ അറേ DC മെയിൻ സ്വിച്ച് ഓണാക്കുക. സ്വിച്ച് ബോർഡിലും കൂടാതെ ഇൻവെർട്ടറിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന സോളാർ അറേ AC മെയിൻ സ്വിച്ച് ഓണാക്കുക. പ്രധാന DC ബാറ്ററി ഐസൊലേറ്റർ ഓണാക്കുക. സിസ്റ്റത്തിന്റെ പ്രവർത്തനം സ്ഥിരീകരിക്കുന്നതിന് സൂര്യൻ പ്രകാശിക്കുമ്പോൾ പാനലുകളിൽ ഇൻവെർട്ടർ ഡിസ്പ്ലേ പരിശോധിക്കുക. 12 വാട്ട് DC
അല്ലെങ്കിൽ 230 വാട്ട് AC, സാധാരണ ഇൻവെർട്ടർ, ലോഡ്, 12 വാട്ട് 100 AHR, ബാറ്ററി, കണക്റ്റിംഗ് വയറുകൾ, ക്ലാമ്പ് മീറ്റർ എന്നിവയാണ് ആവശ്യമായ ഉപകരണങ്ങൾ. ഇൻപുട്ട്, ഔട്ട്പുട്ട് കണക്ഷനുകൾക്കായി ഇൻവെർട്ടർ പഠിക്കുക. ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് ലോഡ് ബാങ്ക് ബന്ധിപ്പിക്കുക. സോളാർ ബാറ്ററി, 12 വാട്ട് 100 AHR ബാറ്ററി ഇൻപുട്ട് കണക്ടറുകളിലേക്ക് ബന്ധിപ്പിക്കുക. മെയിൻ കോഡ് AC മെയിൻ സോക്കറ്റുമായി ബന്ധിപ്പിക്കുക. മെയിൻ ഇൻവെർട്ടർ എന്നിവ ഓണാക്കുക. ഇൻവെർട്ടറിന്റെ സാധാരണ പ്രവർത്തനം പരിശോധിക്കുക. ലോഡ് ചേർക്കുക. ലോഡ് കറന്റ് അളക്കുക. പരമാവധി ഓവർലോഡ് എന്നതിനേക്കാൾ അല്പം കൂടുതൽ ലോഡ് ചേർക്കുക. ഓവർലോഡ് അലേർട്ടും യാത്രയും സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓവർലോഡ് നീക്കം ചെയ്ത് ഇൻവെർട്ടർ പുനഃസജ്ജമാക്കുക. സാധാരണ ലോഡ് അവസ്ഥകളിൽ ഇൻവെർട്ടറിന്റെ അവസ്ഥ നിലനിർത്തുകയും AC മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുക. ബാറ്ററി മോഡിൽ ഇൻവെർട്ടറിന്റെ പ്രവർത്തനം പരിശോധിക്കുക. ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയിൽ നിന്ന് എടുത്ത കറന്റ് അളക്കുക. കുറഞ്ഞത് 80% പ്രവർത്തിക്കാൻ ബാറ്ററി മോഡിൽ ബാക്കപ്പ് സമയം പരിശോധിക്കുക. AC മെയിൻ ഓണാക്കി മെയിനിൽ ഇൻവെർട്ടർ റെസ്യൂമുകളുടെ പ്രവർത്തനം പരിശോധിച്ചുറപ്പിക്കുക. ലോഡ് വിച്ഛേദിക്കുക. ഇൻവെർട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുക. AC മെയിൻ ഓഫ് ചെയ്യുക. നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. നിരീക്ഷണങ്ങൾ: ബാറ്ററി പവർ അഥവാ DC ഉയർന്ന വോൾട്ടേജിന്റെ ആൾട്ടർനേറ്റിംഗ് കറന്റിലേക്ക് അഥവാ ACയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ. ചിത്രം 1 സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു ഫോട്ടോ വോൾട്ടൈക് പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡയറക്റ്റ് കറന്റ് അഥവാ DC വൈദ്യുതിയെ ഇൻ ഹോം വീട്ടുപകരണങ്ങൾക്കും കമ്മ്യൂണിറ്റി ഇലക്ട്രിസിറ്റി ഗ്രിഡിനും ഉപയോഗിക്കാവുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആക്കി അഥവാ AC ആക്കി പരിവർത്തനം ചെയ്യുക എന്നതാണ് സോളാർ ഇൻവെർട്ടറിന്റെ ഉദ്ദേശ്യം. ഒരു 12 വാട്ട് DC 230 വാട്ട് AC നോർമൽ ഇൻവെർട്ടർ കണക്ട് ചെയ്ത് പരീക്ഷിക്കുക എന്ന വിഷയത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സോളാറിന്റെയും സാധാരണ ഇൻവെർട്ടറിന്റെയും പ്രാഥമിക പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും ഒരു സാധാരണ ഇൻവെർട്ടറിന്റെ സവിശേഷതകൾ വിവരിക്കാനും സോളാർ PV സിസ്റ്റം ഓണാക്കുന്നതിനുള്ള ക്രമം മനസ്സിലാക്കാനും സോളാറിന്റെ ഘട്ടം ഘട്ടമായുള്ള ഷട്ട് ഡൗൺ പ്രക്രിയ അറിയാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.